കൃഷ്ണ നിന്നോട് ഇത്രയും സ്നേഹവും ആദരവും ഒക്കെ കാണിക്കുന്നു അറിഞ്ഞിട്ടും നീ അവളെ കൊല്ലാൻ നോക്കിയല്ലേ? ഇനി എന്റെ മുന്നിൽ കണ്ടുപോകരുത് നിന്നെ. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവാൻ ഇറങ്ങിപ്പോടി ഇവിടുന്ന്. ഞാൻ അറിഞ്ഞില്ല, ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും കൃഷ്ണയ്ക്കൊന്നും വരാൻ ഞാൻ ആഗ്രഹിക്കില്ല. ഒരു കാരണവശാലും ഞാൻ ആഗ്രഹിക്കില്ല. പ്ലീസ്, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടം. അത് നിങ്ങൾ സമ്മതിച്ചു തന്നില്ലെങ്കിലും അവൾക്കറിയാം. എന്റെ മകള് ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കാം. മാഡം പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് നിന്നിട്ടുള്ളൊരു വ്യക്തിയല്ലേ. പക്ഷേ എന്റെ മോളുടെ ദേഹത്തൊരാൾ തൊട്ട ക്ഷമിക്കാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നിട്ടില്ലേ. അതിന് കാരണം എന്താണെന്നറിയോ? എനിക്ക് അവള് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. ആ ഒരു പിടി കൂടി വിട്ടുപോയാല് ഞാൻ പിന്നില്ല മാഡം. മോളിക്കുട്ടി, നമുക്ക് പോകാം. വാ. സിസ്റ്റർ, എന്റെ അമ്മ എവിടെ? വിളിക്കാം, ഞാനിപ്പോ വിളിക്കാം. അമ്മ പേടിച്ചത് സംഭവിച്ചല്ലോ മോളെ. നാഗദൈവങ്ങളെ കാത്തില്ലായിരുന്നെങ്കിൽ. അമ്മയുടെ മോളെ കാക്കാതെ നാഗദൈവങ്ങള് വേറെ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ തന്നെ എന്റെ അമ്മ ഓരോ ശ്വാസത്തിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ? അത് മറികടന്ന് ആർക്കെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തങ്കം? മോള് ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ. എല്ലാം കോൺട്രാക്ട് എടുത്ത് വെച്ചോ. ഇവിടുന്ന് ഇനി ഏത് കോലത്തിൽ ഇറങ്ങാൻ പറ്റുമെന്നൊന്നും
എനിക്കറിയില്ല. നവീന് സുമിത്രയും പുറത്തുണ്ട്. സിത്താരമ്മേടോ? അവര് വീട്ടിലേക്ക് പോയി. ആ, ഒരു കണക്കിന് പോയത് നന്നായി. മനസ്സ് ശുദ്ധമില്ലാത്തവരടുത്തുണ്ടാവുന്നതും അപകടമാ. എന്തുപറ്റി? എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? ഒന്നുമില്ല മോളെ. അമ്മേ, മോളിക്കുട്ടിയുടെ അവള് പുറത്തുണ്ട്. അവളെ കണ്ടില്ല. ഒന്നിങ്ങോട്ട് വരാൻ പറയണേ. പറയാം. വല്ലാതെ പേടിച്ചു പോയല്ലേ അമ്മ? ഒരിത്തിരി രക്തം പോലുമില്ല മുഖത്ത്. സാരമില്ലടി. ഇവിടെ വന്ന് കയറിയപ്പോ ഡോക്ടർമാര് പറഞ്ഞത് പേടിപ്പിക്കുന്ന വാർത്തയെ. അതൊക്കെ എന്റെ മോള് മറികടന്നല്ലോ. അത് മതി ഈ അമ്മയ്ക്ക്. ഗാഥ, ഇപ്പൊ കൂടുതലൊന്നും സംസാരിക്കണ്ട. വേണമെങ്കിൽ കുറച്ചു കഴിഞ്ഞ് നമുക്ക് ആരെങ്കിലും വിളിക്കാം. അമ്മ ഇപ്പൊ പോയിക്കോട്ടെ. ശരി സിസ്റ്റർ, എന്നാ അമ്മ പോയിക്കോ.